സാധാരണയായി നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പരിപ്പ് വടയുടെ രുചിയിൽ നിന്നും തികച്ചും ഒരുപാട് മുന്നിട്ട് നിൽക്കുന്ന പരിപ്പ് വടയുടെ ഒരു രുചിക്കൂട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. റീസെന്റ് ഞാൻ കോയമ്പത്തൂർ തമിഴ്നാട് ഏരിയയിൽ അവർ ഉണ്ടാക്കുന്ന പരിപ്പ് വടയുടെ ഒരു റെസിപ്പി അറിയാൻ ഇടയായി. അത് ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ എനിക്ക് അവർ പറഞ്ഞു തന്നതാണ്. സോ ആ ഒരു റെസിപ്പിയാണ് ഞാനിവിടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. സോ മസ്റ്റ് ട്രൈ ഐറ്റം ആണ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ചെറിയ ഉള്ളി, പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ മല്ലിയില, പിന്നെ കറിവേപ്പില, ഇത്ര ഐറ്റംസ് ചേർത്ത് കൊടുക്കുക. ഒപ്പം മറക്കാതെ ആഡ് ചെയ്യേണ്ട ഇതിലെ മസ്റ്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ട ഒരു ഐറ്റം ആണ് ഉണക്കമുളക് എന്ന് പറയുന്നത് കേട്ടോ. ഉണക്കമുളക് 3 എണ്ണം നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം കേട്ടോ. ഇത് അത്യാവശ്യം ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, അരച്ചെടുക്കരുത്, വെള്ളമൊന്നും ചേർക്കരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ഞാൻ അതേ ജാറിൽ പരിപ്പ് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിത് വൈകുന്നേരമാണ് ഉണ്ടാക്കുന്നത്, രാവിലെയാണ് പരിപ്പ് കുതിർത്താൻ ഇട്ടത് കേട്ടോ. പിന്നെ പരിപ്പ് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം, മുഴുവനായിട്ട് അരഞ്ഞു പോകരുത്, ഇടയ്ക്കിടയ്ക്ക് മുഴുവനായിട്ട് പരിപ്പ് ഇങ്ങനെ കാണണം. ഓക്കെ, അതാണ് അതിന്റെ ഒരു കൺസിസ്റ്റൻസി. പിന്നെ ആവശ്യത്തിന് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പെരിഞ്ജീരകം ഇതിലിങ്ങനെ വെറുതെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം, ഞാൻ ഇപ്പോൾ ഇട്ടത് കണ്ടില്ല. അതേപോലെ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരിക്കലും ഇതിൽ വെള്ളം ഒന്നും ആഡ് ചെയ്തിട്ടില്ല, അപ്പൊ അത് ശ്രദ്ധിക്കുക കേട്ടോ. വെള്ളം ഇതിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ കൺസിസ്റ്റൻസിൽ കിട്ടത്തില്ല. എല്ലാം നല്ലപോലെ മിക്സ് ആയ ശേഷം സോൾട്ട് ഒക്കെ ഓക്കെ ആണെങ്കിൽ ചെറിയ ബോൾസ് ആക്കിയിട്ട് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാം. വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നേരെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 4 എണ്ണം വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതായതിനു ശേഷം അടുത്തത് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഞാൻ 2 എണ്ണം മറിച്ച് ഇടുന്നുണ്ട്, അത് അത്യാവശ്യമായിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ നിങ്ങൾക്ക് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. നല്ല മുരിഞ്ഞ് എന്താ പറയുക, നമുക്ക് കഴിക്കുമ്പോൾ തന്നെ നല്ല ക്രിസ്പിനെസ് ഫീൽ ചെയ്യുന്ന, ഉള്ളിൽ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ അത്യാവശ്യം ഫ്ലെയിമിൽ തന്നെയാണ്, ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് ഇത് പൊരിച്ചെടുത്തത് കേട്ടോ. അരിപ്പൊടി റെഡി ആകുമ്പോഴേക്കും ഞാൻ നല്ലൊരു ചായയും കൂടെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ കഴിക്കുമ്പോൾ അതിന്റെ ഒറിജിനൽ ഓഡിയോ ഞാൻ ഇടുന്നില്ല, കാരണം എന്താ വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിൽ സോങ് പോകുന്നുണ്ട്. പിന്നെ ഞാൻ മൈക്ക് വെച്ചിട്ടില്ല, അതുകൊണ്ടൊന്നും ക്ലിയർ ആവുന്നില്ല. അല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കേൾപ്പിച്ചറിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് എത്രത്തോളം ക്രിസ്പി ആണെന്നും വെന്തിട്ടുണ്ടെന്ന് കേട്ടോ. അടിപൊളിയാണ്, ഒരിക്കലും മിസ്സാക്കി കളയരുത്, മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ലാസ്റ്റ് ബാച്ചാണ് ഞാനിപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നത്. അപ്പോൾ എൻ്റെ പരിപ്പ് വട അടിപൊളിയായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ കമന്റ്സിൽ. സോ ഈവനിങ് ഇനി എന്ത് സ്നാക്സ് ഉണ്ടാക്കും വെച്ചിട്ട് ഒരു ടെൻഷനും അടിക്കരുത്, ഇത് നാളെ തന്നെ ട്രൈ ചെയ്യണം. നല്ല ചൂട് പരിപ്പടിയും നല്ല ചൂട് പാൽച്ചായയും. ഓക്കെ, അപ്പോൾ സെറ്റ്. ഓക്കെ, ബൈ.